അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ക്ലിനിക്കിലെ രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണവും ക്ലിനിക്കിലേക്ക് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. AV അനിൽ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ സേവന സന്നദ്ധതയും ഹഫീഫ എന്ന പ്രസിഡന്റ് നേതൃപാടവവും രണ്ടും കൂടി ഒത്തുചേരുമ്പോൾ അമരമ്പലത്തിലൊരു പുതിയ ഉദയമാണ്. ഈ നല്ല ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരത്തെ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റിനും പ്രവർത്തകർക്കും നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തകർക്കും എല്ലാവിധ സ്നേഹവും പിന്തുണയും നൽകട്ടെ. അതോടൊപ്പം തന്നെ അഫീഫ എന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു യുവ പ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള അവരുടെ താല്പര്യത്തെ അങ്ങേയറ്റം പ്രശംസിച്ചുകൂടി ചെയ്തുകൊണ്ട് ഈ പദ്ധതിയുടെ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ മുഖ്യാതിഥിയായിരുന്നു. ഭക്ഷ്യക്കിറ്റുകളും മെഡിക്കൽ ഉപകരണങ്ങളും അഫീഫ വിതരണം ചെയ്തു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2021 എനിക്ക് തോന്നുന്നത് പൂക്കോട്ടുംപാടം ലയൺസ് ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടത്. അന്ന് ഞാൻ മുൻ ഭരണസമിതിയിലെ ഒരു മെമ്പറായിരുന്നു. ഇപ്പം ഒരു 4-5 വർഷമായിട്ടുള്ളൂ നിങ്ങൾ ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാലയളവിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കഴിഞ്ഞ വർഷം എൻ്റെ വാർഡ് സ്കൂളാണെങ്കിൽ അവിടെ ഒരു പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളായ പകൽ വീട്, പ്രതീക്ഷ ഭവന്, അങ്ങനെ ഏത് മേഖല നമ്മളെ അമരമ്പലം പഞ്ചായത്തിൽ എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ലയൺസ് ക്ലബിൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം സർവീസിന് സേവന രംഗത്ത് ലയൺസ് ക്ലബ്ബ് ഈ അമരമ്പലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കുറഞ്ഞ വാക്കുകൾ നമുക്ക് പറയാൻ പറ്റൂല. അത് അത്രക്കും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലബിന്ന് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഭരണസമിതിയിൽ നിങ്ങളുടെ ഒരു മെമ്പർ ആയ സുഭാഷ് ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനമായിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്കും അതിൽ അഭിമാനിക്കാം, ഞങ്ങൾക്കും അതിൽ അഭിമാനമുണ്ട്. കാരണം പരിചയസമ്പന്നരായിട്ടുള്ള പല മേഖലകളിലെ ആളുകളാണ് നമ്മുടെ ഭരണസമിതിയിലുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അത് വളരെ ഉപകാരപ്പെടുന്ന എനിക്ക് യാതൊരു സംശയമല്ല. പിന്നെ പൂക്കോട്ടുംപാടം പാലിയേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് സമയത്ത് വിളിക്കുകയാണെങ്കിലും അവരെല്ലാ കാര്യത്തിനും തയ്യാറാണ്. അതിന് ഇന്ന സമയം ഇന്ന ഇതൊന്നുമില്ല. ഇപ്പോൾ വിളിച്ചാലും റിയാസ് മാഷാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് വിളിക്കുന്നത് മാഷയാണ്. മാഷ ഏത് സമയത്ത് വിളിച്ചാലും എല്ലാ കാര്യവും അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെയ്തു തരേണ്ടത് വലിയൊരു കാര്യമാണ്. ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് വാർഡിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജനപ്രതിനിധി ആവുന്നത്. അന്നെന്ന് പറയാൻ നമ്മൾ കണ്ടും കേട്ടും പരിചയമില്ലാത്തൊരു ഇതിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പൊ അതിൽ വാർഡിൽ നിന്ന് ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൊറോണ പിടിച്ച് ബുദ്ധിമുട്ടായ ആളുകൾ, കാരണം അവർക്ക് ഈ മറ്റേ ഓക്സോമീറ്റർ ഒന്നും ഇല്ലാത്തവർ കഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ പാലിയേറ്റീവിന്റെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായി. നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ അതേപോലെ എന്താ പറയുക, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരാള് ക്ലബ് പ്രസിഡന്റ് രാജേഷ് ചേലാട്ട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൊട്ടത്ത് മുഹമ്മദ്, വാർഡ് മെമ്പർ MP ശോഭന, പഞ്ചായത്ത് അംഗം സുഭാഷ്, ക്ലബ് വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺമാരായ V രാധാകൃഷ്ണൻ, PG സന്തോഷ്, അബ്ദുൾ നാസർ, പാലിയേറ്റീവ് സെക്രട്ടറി റിയാസ് ബാബു, ട്രഷറർ ജലീൽ എന്നിവർ സംസാരിച്ചു. ഏരിയ ചെയർപേഴ്സൺ ദേവി അനിൽ പ്രസാദ്, മനോജ് കളരിക്കൽ, ക്ലബ് ട്രഷറർ മുഹമ്മദ് ഷെരീഫ്, ക്ലബ് അംഗങ്ങളായ നന്ദകുമാർ, സോളി, സതീശൻ കളരിക്കൽ, മറ്റ് പാലിയേറ്റീവ് ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ക്ലബ് സെക്രട്ടറി ഷൈൻ മംഗലത്ത് സ്വാഗതവും പാലിയേറ്റീവ് വൈസ് പ്രസിഡന്റ് ബഷീർ അലി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.